ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ക്രെഡ് ഉണ്ടല്ലോ. നിങ്ങൾ മിക്ക ആൾക്കാർ ഇപ്പോൾ ക്രെഡ് യൂസർ ആയിരിക്കാനാണ് ചാൻസ് കൂടുതലെന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന സർവേയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ആപ്പ് യൂസ് ചെയ്യുന്നത് ക്രെഡ് ആയിരുന്നല്ലോ. അപ്പോൾ ഞാനും ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാ കാർഡുകൾക്കും ക്രെഡ് ഉപയോഗിക്കുന്നില്ല. പക്ഷേ എൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ എംഎക്സ് കാർഡൊന്നും ആക്ച്വലി ക്രെഡിന് സപ്പോർട്ടില്ല. അപ്പോൾ എംഎക്സ് കാർഡൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ബാക്കി കുറച്ച് കാർഡുകൾ ഞാൻ ആക്ച്വലി ക്രെഡ് ത്രൂ പേയ്മെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്യാഷ് ബാക്ക് കിട്ടുമല്ലോ. ₹1 ₹2 പറയുമ്പോൾ ചെറിയ ചെറിയ എമൗണ്ട് കിട്ടുന്നുള്ളൂ, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ UPI പേയ്മെന്റ്സിനും അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു കിട്ടുന്നു. ഇപ്പോൾ ഗൂഗിൾ പേ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് കാലം കുറേ എന്ന് വെച്ചാൽ ഗൂഗിൾ പേയിലേക്ക് ആവശ്യമില്ലാത്ത കുറേ കൂതറ വൗച്ചേഴ്സൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ സാധനം ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ കാലം കുറേ ആയി. അപ്പോൾ ഇടയിൽ നമുക്ക് ചിലപ്പോൾ റെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നല്ലാണ്ട് വേറെ ഒരു യൂസും നമുക്ക് സമ്പത്തിൽ വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഇപ്പം ഞാൻ ഓൾറെഡി കുറച്ച് കാലം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന UPI ആപ്പുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സൂപ്പർ മണിയും അതുപോലെ തന്നെ നേവി കുറച്ച് ഇഷൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെഡ് ആപ്പ് തന്നെയാണ്. ബിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ പേയ്മെൻ്റ് ആണെങ്കിൽ പിന്നെ ഫുള്ളി ക്രെഡ് ആപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ബാക്കി എല്ലാ ഒഫീഷ്യൽ ആപ്പുകളും ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വൺ കാർഡൊക്കെയാണ് ഞാൻ ഒഫീഷ്യൽ ആപ്പിൽ കൂടെ തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ക്രെഡിൽ ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇത്രയും കാലം ആക്ച്വലി ക്രെഡ് എക്സ്പീരിയൻസ് സ്കോറൊക്കെ മാത്രമേ ക്യൂഫാക്സ് ഒക്കെ മാത്രമേ കാണിക്കാറുള്ളൂ. പക്ഷേ നമ്മുടെ ഇന്ത്യയിലത്തെ മെയിൻ ഒരു ക്രെഡിറ്റ് ബ്യൂറോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിബിൽ തന്നെയാണ് പറയേണ്ടി വരും. അപ്പോൾ മിക്ക ബാങ്കുകളും അതൊക്കെ സിബിലാണ് നോക്കുക. അപ്പോൾ സിബിലും ആക്ച്വലി ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യൂഫാക്സും മറ്റൊക്കെ സപ്പോർട്ട് എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ക്രെഡിൽ ഇപ്പോൾ കാണിക്കുന്നത് സിബിലിൻ്റെ സ്കോറാണ്. സിബിലിൻ്റെ സ്കോർ മാത്രമല്ല കുറേ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ നമുക്ക് ആ ക്രെഡിറ്റ് സ്കോറിൻ്റെ സെക്ഷനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ ഞങ്ങൾ ആക്ച്വലി പ്രൊമോഷണൽ സംഭവം നല്ലട്ടോ. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടപ്പോൾ കുറച്ച് നമുക്കറിയാറില്ലല്ലോ ഫ്രീ ആയിട്ട് ഇപ്പോൾ സിബിലിൻ്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ അല്ല. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് സിബിലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ബെസ്റ്റ് ആപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എടുത്ത് എല്ലാവർക്കും സംശയമുള്ള സംഭവം തന്നെ. ഞാൻ നോർമലി പറയാറുള്ളത് വൺ സ്കോർ നോക്കാനാണ് പറയാറ്. പക്ഷേ വൺ സ്കോറിനായിട്ടും കുറച്ചുകൂടി ബെറ്റർ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം നമ്മുടെ ക്രെഡിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഡെമോ അക്കൗണ്ടിൽ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഒഫീഷ്യലായിട്ട് കാണിച്ചു തരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്രെഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്രെഡ് യൂസർ അല്ലെങ്കിൽ നമ്മുടെ റെഫർ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ക്രെഡിലെ അക്കൗണ്ട് തുടങ്ങാട്ടെ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ടെക്കിലും ഫിനാൻസും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മുടെ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്താൽ മതി, മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാം. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ ആകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്പീഡ് കൂടുന്നുണ്ടോ? എൻ്റെ നോർമൽ സ്പീഡ് ഞാൻ സാധാരണ സംസാരിക്കുന്ന സ്പീഡാണ് കേട്ടോ. അതല്ലാണ്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പറയുന്നതല്ല. അപ്പോൾ ഞാൻ മാക്സിമം കുറയ്ക്കാൻ നോക്കാം. എന്താ വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ടേ പല പല സ്ഥലത്ത് പോയിരുന്നു സ്റ്റേയും ഇതൊക്കെ ആയിട്ട് എല്ലാം കൂടി മിക്സപ്പോൾ. അപ്പോൾ ഞാൻ ഡെമോ അക്കൗണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. ഡെമോയിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒഫീഷ്യലായിട്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ പണി കിട്ടും. ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ ഇതിൽ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ചിട്ട്. എവിടെ ക്രെഡ് കാണാമല്ലോ. അപ്പോൾ ഞാൻ ക്രെഡ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് വരിക. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ താഴെ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ അവരുടെ ഫുൾ ഫീച്ചേഴ്സ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ കാണാൻ കണ്ടോ. ഇതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും മോളായിട്ട് കാണാം ക്രെഡിറ്റ് സ്കോറിന് സംഭവം കാണാൻ കണ്ടോ. അപ്പോൾ ക്രെഡിറ്റ് സ്കോറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണെങ്കിൽ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് കാണിച്ചിരുന്നില്ല. ഡെമോ ഞാൻ പറഞ്ഞില്ല ഡെമോ അക്കൗണ്ട് ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് 733 സിബിൽ നിന്ന് കാണിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് എക്സലൻറ്റ്, നിങ്ങളുടെ യൂട്ടിലൈസേഷൻ റേഷ്യോ എങ്ങനെയാണ്, പേയ്മെൻറ്റ് ഹിസ്റ്ററി എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലോൺ അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഫുള്ള് കാണാം. അപ്പോൾ സ്കോർ അക്കൗണ്ടിലേക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സ്കോർ കൂട്ടാം ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു. അപ്പോൾ നമ്മളൊരു ലോൺ ഫോക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കൂടും അതൊക്കെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വൺ സ്കോറിനായിട്ടും കുറച്ചൊരു ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാട്ടെ. അതിൻ്റെ ഫോർസൈറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ സംഭവമുണ്ട്. മൈൽ സ്റ്റോൺ ആണല്ലോ, നിങ്ങൾക്ക് കുറേ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ്സും കാര്യമുള്ള സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അവർ കുറച്ചും കൂടിയും ഇതിൽ ക്രെഡിറ്റ് കോയിൻസ് സംഭവം ഉണ്ടല്ലോ അത് കുറച്ചുകൂടിയും ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പണ്ട് വെറുതെ ചുമ്മാ കൊടുക്കാറുണ്ടല്ലോ, ഒരു യൂസ് ആണെന്നില്ല. ഇപ്പോൾ അത് കുറച്ചുകൂടി ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ. പിന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് കാണാനുള്ള ഓപ്ഷൻസും നമുക്കിവിടെ കാണാൻ കണ്ടോ. ഡയറക്റ്റ് റിപ്പോർട്ട് ഓപ്ഷൻ ഞാൻ കാണിച്ചുതരാം. അത് താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ട് ഓപ്ഷൻ കാണാം. അവിടെ വ്യൂ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിബിൽ റിപ്പോർട്ടും കാണാൻ പറ്റും. അതാണ് നമുക്കിപ്പോൾ വന്നിങ്ങനെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു എന്താ പറയുക ഫ്രീ ആയിട്ടൊരു സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്ന ആപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ക്രെഡ് യൂസ് ചെയ്താൽ മതി.
വൺ സ്കോറിനാട്ടും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയാം. വൺ സ്കോറും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വൺ സ്കോർ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ആക്ച്വലി സിബിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് ശരിക്കും ആവശ്യമില്ല. പക്ഷേ നമ്മൾ ക്രെഡ് ഒരു യൂസിങ് ചെയ്യുന്ന ഒരു ആപ്പ് ആയതുകൊണ്ട് നമ്മളെടുത്ത് പറഞ്ഞത് മാത്രമല്ല. അല്ലാണ്ട് പ്രൊമോഷൻ ഓൾറെഡി പറഞ്ഞ പോലെ പ്രൊമോഷൻ സംഭവം ഒന്നല്ല കേട്ടോ. നമ്മൾ യൂസ് ചെയ്തിട്ട് ഉള്ള ഒരു റിവ്യൂ പോലെ പറയുന്നതാണ് നിങ്ങൾ കരുതിയാൽ മതി. വൺ സ്കോർ ആയാലും വലിയ മോശമില്ല എന്ന് പറയാം. എൻ്റെ വൺ സ്കോർ അവിടെ പോയി. വൺ സ്കോറിലാകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് സ്കോറും കാണുന്നു മാത്രം. ഇതാ കണ്ടോ, വൺ സ്കോർ ആപ്പ് മെനുണ്ട് കണ്ടോ. അത് കാണിക്കുന്നില്ല, എന്താ വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് വരുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രെഡിൽ വന്നതിന് പുതിയ അപ്ഡേറ്റ്. അപ്പോൾ ആരെങ്കിലൊക്കെ ക്രെഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയുക യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എടുക്കാൻ നോക്കാൻ നമ്മുടെ റെഫറൽ ലിങ്കാണ്. നിങ്ങൾക്കറിയാം ക്രെഡ് നോർമലി എന്താ പറയുക, നിങ്ങൾക്ക് സിബിൽ സ്കോറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. സാധാരണ ഒരു ആപ്പ് പോലെയല്ല. അപ്പോൾ പക്ഷേ കുഴപ്പമില്ലാത്തൊരു ആപ്പാണ്. നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ. ഞാൻ കുറേ ആക്ച്വലി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ കോയിൻസും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒഫീഷ്യൽ ആപ്പ് കാണിക്കുന്നില്ല, എൻ്റെ അത്യാവശ്യം റിവാർഡ് പോയിന്റ് ക്യാഷ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അതിന് കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട. അപ്പോൾ അടുത്ത് കാണാം.